പ്രിയമുള്ള വിദ്യാർത്ഥികളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 7ാം ക്ലാസ്സിലെ ആനുവൽ എക്സാം, അതായത് വാർഷിക പരീക്ഷയുമായി ബന്ധപ്പെട്ട സാമൂഹ്യ ശാസ്ത്രത്തിന്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും അതിന്റെ ആൻസർ കീയുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ മക്കൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നോക്കൂ, ഫസ്റ്റ് പ്രവർത്തനം 1. ഇവിടെ ഒരു ഗ്രാഫാണ് തന്നിരിക്കുന്നത്. 2018 to 19 മുതൽ 2022 to 23 വരെയുള്ള 5 വർഷത്തെ കേന്ദ്ര സർക്കാരിന്റെ പൊതുചെലവുകളാണ് ചുവടെ നൽകിയിരിക്കുന്നത്. അപ്പോൾ ഇത് നോക്കിയിട്ട് എന്ത് ചെയ്യണം? ഗ്രാഫ് അപഗ്രഥിച്ച് താഴെ പറയുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കൂ, പൊതുചെലവിൽ ഏറ്റവും കൂടുതൽ വർധനവ് കാണിക്കുന്നത് ഏത് വർഷത്തിലാണ്? ഏറ്റവും കൂടുതൽ വർധനവ് ഏത് വർഷത്തിലാണ് കാണിക്കുന്നത്? ഏത് വർഷത്തിലാണെന്ന് നമുക്ക് നോക്കാം. നോക്കൂ, 2018-19 23.14 ആയിരുന്നത് 2019-20 ആയപ്പോഴേക്കും എത്രയായി? 26.87 ആയി. പിന്നീട് അത് വളരെയധികം കൂടി എത്രയായി? 35.09 ആയി. പിന്നെ 35-ൽ നിന്ന് കുറച്ച് അല്ലേ 23, പിന്നെ നമ്മൾ 24, 25, 26 3% വീണ്ടും കൂടിയിട്ടുണ്ട്. പക്ഷെ 35-ലേക്ക് വരുമ്പോൾ വളരെ കൂടി. പക്ഷെ 37-ലേക്ക് വന്നപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് കുറഞ്ഞു അല്ലേ? 35, 36, 37 രണ്ട് ഇതുള്ളൂ. പിന്നെന്താണ് 37-ന്ന് പിന്നെ 41-ലേക്ക് വന്നപ്പോൾ കുറച്ചുകൂടി കൂടി ഇല്ലേ? അപ്പൊ പൊതുചെലവിൽ ഏറ്റവും കൂടുതൽ വർധനവ് കാണിക്കുന്നത് ഏത് വർഷത്തിലാണ്? ഏറ്റവും കൂടുതൽ വർധനവ് കാണിക്കുന്നത് ഏതാണ്? 2020-21 കാരണം 35.09 എന്ത് ചെയ്തു? അത്രയും ലക്ഷം കോടിയിൽ എന്ത് ചെയ്തു? പൊതുചെലവ് കൂടി. അപ്പൊ ഏതാണ്? 2020 to 21. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, പൊതുചെലവിന്റെ സ്ഥിതി 2018 മുതൽ 2023 വരെ എന്താണ്? അത് ഇങ്ങനെ ക്രമാനുഗതമായിട്ടാണ്, ഒരു ക്രമത്തിൽ അങ്ങനെ വർദ്ധിച്ച് വരുവാണ് അല്ലേ? ക്രമാനുഗതമായി വർദ്ധിക്കുകയാണ് ചെയ്തത്. ക്രമാനുഗതമായി വർദ്ധിക്കുന്നു. ഇനി മൂന്നാമത്തെ, പൊതുചെലവിന്റെ വർധനവ് ഏറ്റവും കുറവ് രേഖപ്പെടുത്തിയത് ഏത് വർഷത്തിലാണ്? ഏറ്റവും കുറവ് എവിടെയാണ്? 2021 to 22 കാരണം 35 വെറും കുറച്ച് മാത്രമേ എന്ത് ചെയ്യുള്ളൂ? പൊതുചെലവ് വർദ്ധിച്ചിട്ടുള്ളൂ അല്ലെ? അപ്പോൾ ഏറ്റവും കുറവ് രേഖപ്പെടുത്തിയത് ഏതിലാണ്? 2021 to 22 ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ നികുതിയേതര വരുമാനം ഏതാണ്? ഏതാണ് നികുതിയേതര വരുമാനം? ആദായ നികുതിയാണോ, പിഴത്തുകയാണോ, കെട്ടിട നികുതിയാണോ, അതോ വിൽപ്പന നികുതിയാണോ? ഏതാണ്? പിഴത്തുകയാണ്. ഏതാണ് നികുതിയേതര വരുമാനം? ഏതാണ്? പിഴത്തുക. ഇനി പ്രവർത്തനം 2. കറുത്തവർ പ്രത്യേക സ്വയംഭരണ പ്രദേശങ്ങളിലെ പൗരരായി മാറുകയും അവർക്ക് ദക്ഷിണാഫ്രിക്കൻ പൗരത്വം നഷ്ടപ്പെടുകയും ചെയ്തു. വെള്ളക്കാർ കൊണ്ടുവന്ന ഏത് നിയമത്തെ തുടർന്നാണ് ഇങ്ങനെ സംഭവിച്ചത്? വെള്ളക്കാർ കൊണ്ടുവന്ന ഏത് നിയമത്തെ തുടർന്നാണ് ഇങ്ങനെ സംഭവിച്ചത്? പാസ്റ്റ് നിയമമാണോ, ബൻഡു നിയമമാണോ? ഏതാണ്? ബൻഡു നിയമം. ബൻഡു നിയമം അനുസരിച്ച് എന്ത് സംഭവിച്ചു? കറുത്തവർ പ്രത്യേക സ്വയംഭരണ പ്രദേശങ്ങളിലെ പൗരന്മാരായി മാറുകയും അവർക്ക് എന്താണ്? ദക്ഷിണാഫ്രിക്കൻ പൗരത്വം നഷ്ടപ്പെടുകയും ചെയ്തു. അത് ഏത് നിയമപ്രകാരമാണ്? ബൻഡു നിയമപ്രകാരമാണ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ദക്ഷിണാഫ്രിക്കക്കാർ വീട്ടിലിരിപ്പ് സമരം നടത്താൻ ഇടയായ സാഹചര്യങ്ങൾ എന്തെല്ലാമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ദക്ഷിണാഫ്രിക്കക്കാർ വീട്ടിലിരിപ്പ് സമരം നടത്താൻ ഇടയായ സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് നോക്കാം. എന്താണ്? ഒന്ന്, വോട്ടവകാശം, വർണ്ണവിവേചനമില്ലാത്ത ഭരണഘടന, പാസ് നിയമങ്ങൾ പിൻവലിക്കൽ എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് വീട്ടിലിരിപ്പ്, അതായത് സ്റ്റേ അറ്റ് ഹോം എന്ന പുതിയ സമര രീതി ദക്ഷിണാഫ്രിക്കക്കാർ സംഘടിപ്പിച്ചു. ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസും ദക്ഷിണാഫ്രിക്കൻ ഇന്ത്യൻ കോൺഗ്രസുമാണ് ഈ സമരത്തിന് നേതൃത്വം നൽകിയത്. അപ്പൊ ആരൊക്കെയാണ് അതിന് നൽകിയത്? ആഫ്രിക്കൻ നാഷണൽ കോൺഗ്രസും ദക്ഷിണാഫ്രിക്കൻ ഇന്ത്യൻ കോൺഗ്രസുമാണ് ഇത് സ്റ്റേ അറ്റ് ഹോം, വീട്ടിലിരിപ്പ് സമരം എന്നതിന് നേതൃത്വം നൽകിയത്. തദ്ദേശീയരും ഇന്ത്യക്കാരുമായ തൊഴിലാളികൾ ഈ സമരത്തിൽ പങ്കെടുത്തു. രാജ്യത്തെ ഫാക്ടറികൾ, തുണിമില്ലുകൾ, വിദ്യാലയങ്ങൾ ഇവയെല്ലാം അടഞ്ഞുകിടന്നു. ഈ പണിമുടക്ക് വർണ്ണവിവേചന വിരുദ്ധ പ്രസ്ഥാനത്തിന്റെ ഐക്യവും ശക്തിയും വെളിപ്പെടുത്തി. ദക്ഷിണാഫ്രിക്കൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ സുപ്രധാന സമരമായിരുന്നു വീട്ടിലിരിപ്പ് സമരം, അതായത് സ്റ്റേ അറ്റ് ഹോം എന്ന സമരം. പ്രവർത്തനം 3. താഴെ പറയുന്നവയിൽ ധനനയത്തിന്റെ ലക്ഷ്യം അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്? എന്തിന്റെയാണ് ധനനയത്തിന്റെ ലക്ഷ്യമല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്?
ഇതിൽ താഴ്ന്നിരിക്കുന്നത് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, അധിക ചെലവുകൾ നിയന്ത്രിക്കുക, സാമ്പത്തിക വളർച്ച ത്വരിതപ്പെടുത്തുക, വരുമാന വിതരണത്തിലെ അസമത്വം നിലനിർത്തുക. ഇതിലേതാണ്? വരുമാന വിതരണത്തിലെ അസമത്വം നിലനിർത്തുക. അതാണ് ധനനയത്തിന്റെ ലക്ഷ്യം അല്ലാത്തത്. വരുമാന വിതരണത്തിലെ അസമത്വം നിലനിർത്തുക. ഇതാണ് ധനനയത്തിന്റെ ലക്ഷ്യം അല്ലാത്തത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഗവൺമെന്റ് എടുക്കുന്ന വായ്പകളാണ് പൊതുകടം. ഗവൺമെന്റിന് എപ്പോഴാണ് ഇങ്ങനെ വായ്പകൾ എടുക്കേണ്ടി വരിക? ഗവൺമെന്റിന് എപ്പോഴാണ് ഇങ്ങനെ വായ്പകൾ എടുക്കേണ്ടി വരിക? എന്താണ് പൊതുകടം എന്നാണ് ചോദിച്ചത്. എന്തുകൊണ്ടായിരിക്കും? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എന്താണ്? നമ്മുടെ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ യാഥാർത്ഥ്യമാക്കാനും ഭരണപരമായ ആവശ്യങ്ങൾ നിറവേറ്റുവാനും വരുമാനം തികയാതെ വരുമ്പോൾ ഗവൺമെന്റ് വായ്പകൾ എടുക്കുന്നു. ഇതാണ് പൊതുകടം. ഇതാണ് പൊതുകടം എന്ന് പറയുന്നു. എടുക്കുന്നു. അപ്പൊ എന്താണ്? വികസനക്ഷേമ പ്രവർത്തനങ്ങൾ യാഥാർത്ഥ്യമാക്കാനും ഭരണപരമായ ആവശ്യങ്ങൾ നിറവേറ്റാനും വരുമാനം തികയാതെ വരുമ്പോൾ ഗവൺമെന്റ് എടുക്കുന്ന വായ്പകളാണ് എന്തെന്ന് പറയുന്നത്? പൊതുകടം എന്ന് പറയുന്നത്. ഇനി ചോദിച്ചിട്ടുണ്ട്, പൊതുകടം എത്ര തരം? അവ ഏതെല്ലാം? പൊതുകടം എത്ര തരം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പൊതുകടം എത്ര തരമാണ്? 2 തരമാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എത്രയാണ്? 2 തരം. 2 തരം പൊതുകടങ്ങളാണുള്ളത്. ഒന്ന് എന്താണ്? ആഭ്യന്തര കടം, 2 വിദേശ കടം. ആഭ്യന്തര കടം, രണ്ടാമത്തെ വിദേശ കടം. അതായത് ഇന്റർണൽ ഡെബിറ്റും ഫോറിൻ ഡെബിറ്റും. പ്രവർത്തനം 4 നോക്കൂ. ദക്ഷിണാഫ്രിക്ക എന്ന രാജ്യത്തിന്റെ സ്ഥാനവുമായി യോജിക്കുന്ന പ്രസ്താവന ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ദക്ഷിണാഫ്രിക്ക എന്ന രാജ്യത്തിന്റെ സ്ഥാനവുമായിട്ട് യോജിക്കുന്ന പ്രസ്താവന. വൈവിധ്യമാർന്ന ഭൂപ്രകൃതിയുള്ള രാജ്യം, ഇന്ത്യൻ മഹാസമുദ്രവും അറ്റ്ലാന്റിക് സമുദ്രവുമായി അതിർത്തി പങ്കിടുന്ന രാജ്യം, ധാതു സമ്പത്ത് ധാരാളമുള്ള രാജ്യം. ഇവയെല്ലാം ഇതിലേതാണ്? ഇവയെല്ലാം ഈ പറഞ്ഞതെല്ലാം എന്തുമായി യോജിക്കുന്നതാണ്? ദക്ഷിണാഫ്രിക്കൻ രാജ്യത്തിന്റെ സ്ഥാനവുമായി യോജിക്കുന്നതാണ്. അപ്പൊ ഡി എന്നതാണ് ഉത്തരം. ഇവയെല്ലാം. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ദക്ഷിണാഫ്രിക്കയെ കോളനിയാക്കാൻ മാറ്റാൻ ബ്രിട്ടൻ ശ്രമിച്ചത് എന്തുകൊണ്ട്? ദക്ഷിണാഫ്രിക്കയെ കോളനിയാക്കാൻ ബ്രിട്ടൻ ശ്രമിച്ചത് എന്തുകൊണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ്? 18ാം നൂറ്റാണ്ടോടെ എന്ത് ചെയ്തു? ബ്രിട്ടീഷുകാർ ദക്ഷിണാഫ്രിക്കയിൽ എത്തിച്ചേർന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കൂടുതൽ ഭൂപ്രദേശങ്ങൾ സ്വന്തമാക്കുക, ആഫ്രിക്കൻ വൻകരയിലെ അളവു സമ്പത്ത് കൈക്കലാക്കുക, മറ്റു യൂറോപ്യൻ രാജ്യങ്ങൾക്കുമേൽ അധീശത്വം സ്ഥാപിക്കുക, ഏഷ്യൻ വൻകരയിലേക്കുള്ള സഞ്ചാരത്തിന് ഇടത്താവളമാക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയൊക്കെയാണ് എന്ത് ചെയ്തത്? ബ്രിട്ടൻ ദക്ഷിണാഫ്രിക്കയെ കോളനിയാക്കാൻ ശ്രമിച്ചത്. അപ്പൊ നമുക്കത് എങ്ങനെയൊക്കെ എഴുതാം? ശ്രമിച്ചത് എന്തുകൊണ്ടായിരിക്കും? ഒന്നെന്താണ്? ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കൂടുതൽ പ്രദേശങ്ങൾ സ്വന്തമാക്കുക. പിന്നെന്താണ്? ആഫ്രിക്കൻ വൻകരയിലെ അളവറ്റ സമ്പത്ത് കൈക്കലാക്കുക. അല്ലേ? ആഫ്രിക്കൻ വൻകരയിലെ അളവറ്റ സമ്പത്ത് കൈക്കലാക്കുക. പിന്നെന്താണ്? മറ്റു യൂറോപ്യൻ രാജ്യങ്ങൾക്കുമേൽ അധീശത്വം സ്ഥാപിക്കുക. മറ്റു യൂറോപ്യൻ രാജ്യങ്ങൾക്കുമേൽ അധീശത്വം സ്ഥാപിക്കുക.
പിന്നെന്താണ്? പിന്നെ മൂന്നാമതായിട്ട് നമുക്ക് എഴുതാൻ എന്താണ്? ഏഷ്യ വൻകരയിലേക്കുള്ള സഞ്ചാരത്തിന് ഇടത്താവളമാക്കുക. ഏഷ്യ വൻകരയിലേക്കുള്ള സഞ്ചാരത്തിന് ഇടത്താവളമാക്കുക. ഈ ലക്ഷ്യങ്ങളോടെയൊക്കെയാണ് എന്ത് ചെയ്തത്? അത് ദക്ഷിണാഫ്രിക്കയെ കോളനിയാക്കി മാറ്റാൻ ശ്രമിച്ചു. പ്രവർത്തനം 5, ഭൂവിവര വ്യവസ്ഥ കൊണ്ടുള്ള ഏതെങ്കിലും 2 പ്രയോജനങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? വാർത്താവിനിമയ രംഗത്ത് ഉപയോഗപ്പെടുത്തുന്നു, ടൂറിസം രംഗത്ത് ഉപയോഗപ്പെടുത്തുന്നു, കാർഷിക രംഗത്ത് ഉപയോഗപ്പെടുത്തുന്നു, വിദ്യാഭ്യാസ രംഗത്ത് ഉപയോഗപ്പെടുത്തുന്നു. അപ്പോൾ ഈ എന്തൊക്കെയൊക്കെയാണ് ഭൂവിവര വ്യവസ്ഥ കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാണ്? വാർത്താവിനിമയ രംഗത്ത് ഉപയോഗപ്പെടുത്തുന്നു, ടൂറിസം രംഗത്ത് ഉപയോഗപ്പെടുത്തുന്നു, കാർഷിക രംഗത്ത് ഉപയോഗപ്പെടുത്തുന്നു, വിദ്യാഭ്യാസ രംഗത്ത് ഉപയോഗപ്പെടുത്തുന്നു. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഭൂവിവര വ്യവസ്ഥയുടെ പ്രവർത്തനങ്ങളാണ് താഴെ നൽകിയിരിക്കുന്നത്. അവ ക്രമപ്പെടുത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെ തന്നിരിക്കുന്നത്? സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടു കൂടി വിവരങ്ങൾ വിശകലനം ചെയ്യുന്നു, ഉപഗ്രഹ ചിത്രങ്ങൾ, ആകാശ ചിത്രങ്ങൾ മുതലായവയിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുന്നു, വിശകലനം ചെയ്ത് ലഭിച്ച വിവരങ്ങൾ ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്നു, ഉപയോക്താവ് ഉൽപ്പന്നങ്ങൾ ഉപയോഗപ്പെടുത്തുന്നു. ഇത്രയാണ് തന്നിരിക്കുന്നത്. ഇത് നമ്മൾ ഓർഡറിലാക്കി എഴുതാനാണ് പറഞ്ഞത്. അപ്പൊ ആദ്യം ഏതായിരിക്കും? ഉപഗ്രഹ ചിത്രങ്ങൾ, ആകാശ ചിത്രങ്ങൾ മുതലായവയിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുന്നു. അതാണ് ഒന്നാമത്തെ. രണ്ടാമത്തേതാണ് സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടു കൂടി വിവരങ്ങൾ വിശകലനം ചെയ്യുന്നു. മൂന്നാമത്തെ വിശകലനം ചെയ്ത് ലഭിച്ച വിവരങ്ങൾ ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്നു. നാലാമത്താണ് എന്ത്? ഉപയോക്താവ് ഉൽപ്പന്നങ്ങൾ ഉപയോഗപ്പെടുത്തുന്നു. അപ്പൊ എന്താണ് ചോദ്യം ചോദിച്ചത്? സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടു കൂടി ഭൂവിവര വ്യവസ്ഥയുടെ പ്രവർത്തനങ്ങൾ ഓർഡറിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആദ്യത്തേത് ഏതാണ്? ഉപഗ്രഹ ചിത്രങ്ങൾ, ആകാശീയ ചിത്രങ്ങൾ എന്നിവയിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കും. വിവരങ്ങൾ ശേഖരിച്ച ശേഷം എന്ത് ചെയ്യും? സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടുകൂടി വിവരങ്ങളൊക്കെ വിശകലനം ചെയ്യും. വിശകലനം ചെയ്ത് ലഭിച്ച വിവരങ്ങൾ നമ്മൾ എന്താക്കി മാറ്റും? ഉൽപ്പന്നങ്ങളാക്കി മാറ്റും. ഈ ഉൽപ്പന്നങ്ങളെ നമ്മൾ എന്ത് ചെയ്യും? ഉപയോക്താവ് ഉപയോഗപ്പെടുത്തുന്നു. ഇങ്ങനെയാണ് അത് ഓർഡറിൽ എഴുതേണ്ടത്. പ്രവർത്തനം 6 നോക്കൂ. പ്രവർത്തനം 6ൽ ചോദിച്ചിരിക്കുന്നത് കുടുംബ ബജറ്റ് സുസ്ഥിരമാകുന്നത് എപ്പോഴാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കുറച്ച് ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. വരവ് ചെലവിനേക്കാൾ കൂടുമ്പോൾ, വരവും ചെലവും തുല്യമാകുമ്പോൾ, ചെലവ് വരവിനേക്കാൾ കൂടുമ്പോൾ, ഇവയെല്ലാം സംഭവിക്കുമ്പോൾ. അപ്പോൾ കുടുംബ ബജറ്റ് സുസ്ഥിരമാകുന്നത് വരവ് ചെലവിനേക്കാൾ കൂടുതലാണ്. അതായത് ചെലവ് കുറയുകയും വരവ് കൂടുകയും ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? കുടുംബ ബജറ്റ് സുസ്ഥിരമാകുന്നത്. ഇനി താഴെ നൽകിയിരിക്കുന്ന കുടുംബ ബജറ്റിനെ ഒരു മിച്ച ബജറ്റാക്കി മാറ്റുവാൻ എന്തെല്ലാം നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് നൽകാനാവും? ഇതിനൊരു മിച്ച ബജറ്റാക്കി മാറ്റണം. മിച്ച ബജറ്റാക്കി മാറ്റാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മൾ ഈ മത്സ്യം, മാംസം, വിനോദം, പാല്, മറ്റു ചെലവുകൾ എന്നിവയിലൊക്കെ നമ്മൾ എന്ത് ചെയ്താൽ മതി? അതിനെയൊക്കെ നമ്മൾ കുറച്ചാൽ മതി. അതൊക്കെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് എന്ത് സംഭവിക്കും? ഒരു മിച്ച ബജറ്റ് കിട്ടും. ഇനി പ്രവർത്തനം 7 നോക്കാം. പ്രവർത്തനം 7 ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്നതിനായി നമ്മുടെ രാജ്യത്ത് നിലവിൽ വന്ന നിയമമാണ് പോക്സോ ആക്ട്. പോക്സോ ആക്ട് നിലവിൽ വന്നത് ഏത് വർഷമാണ്? പോക്സോ ആക്ട് നിലവിൽ വന്നത് 2012. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, നമ്മുടെ രാജ്യത്ത് നിർമ്മിക്കപ്പെടുന്ന നിയമങ്ങളുടെ ഉറവിടമാണ് ഭരണഘടന എന്ന് പറയാൻ കാരണം എന്തുകൊണ്ടാണ്? നമ്മുടെ ഭരണഘടന രാഷ്ട്രത്തിന്റെ അടിസ്ഥാന നിയമ സംഹിത ആണ്. ഭരണഘടനാ വ്യവസ്ഥകൾക്ക് അനുസൃതമായി മാത്രമേ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ഏതൊരു നിയമവും നിർമ്മിക്കാൻ കഴിയൂ. അപ്പൊ സർക്കാരുകൾക്ക് നിയമങ്ങൾ നിർമ്മിക്കാനും നടപ്പിലാക്കാനും കഴിയുന്ന അതിരുകൾ ഭരണഘടന നിർവചിച്ചു നൽകുന്നു എന്നതർത്ഥം. നിയമത്തിന്റെ വ്യവസ്ഥ എന്ന നിലയിലും സ്രോതസ് എന്ന നിലയിലും പരമോന്നത സ്ഥാനമാണ് ഭരണഘടനയ്ക്ക് ഉള്ളത്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഭരണഘടനയുടെ ഉറവിടം എന്ന് പറയുന്നത് ഏതായിട്ട് മാറുന്നത്? നമ്മുടെ നമ്മുടെ രാജ്യത്ത് നിർമ്മിക്കപ്പെടുന്ന നിയമങ്ങളുടെ ഉറവിടം ഭരണഘടന എന്ന് പറയാൻ അതുകൊണ്ടാണ് കാരണം. ഇനി പ്രവർത്തനം 8 നോക്കൂ. 8ാമത്തെ പ്രവർത്തനത്തിലേക്ക് പോവാം. 8ാമത്തെ പ്രവർത്തനത്തിൽ എന്താണ് തന്നിരിക്കുന്നത്? വൈവിധ്യമാർന്ന കാർഷിക വിളകൾ കൃഷി ചെയ്യുന്ന രാജ്യമാണ്
ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പൊ താഴെ തന്നിട്ടുള്ള പട്ടികയിൽ നൽകിയിരിക്കുന്ന വിളകൾ കൃഷി ചെയ്യുന്ന 2 സംസ്ഥാനങ്ങളുടെ വീതം പേരെഴുതി പട്ടിക പൂർത്തിയാക്കാനാണ് പറഞ്ഞത്. അപ്പൊ നെല്ല് കൃഷി ചെയ്യുന്ന സംസ്ഥാനങ്ങൾ എവിടേക്കാണ്? പശ്ചിമ ബംഗാൾ, തമിഴ്നാട്. സ്റ്റേറ്റുകൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ ഏതൊക്കെയാണ്? നെല്ല് കൃഷി ചെയ്യുന്നത് പശ്ചിമ ബംഗാൾ, തമിഴ്നാട്, പിന്നെ നമ്മുടെ കേരളം അതും എഴുതാം. പശ്ചിമ ബംഗാൾ, തമിഴ്നാട്. രണ്ടാമത്തെ ഗോതമ്പ് കൃഷി ചെയ്യുന്നത് എവിടേക്കാണ്? സംസ്ഥാനങ്ങളുടെ പേര്, സ്റ്റേറ്റുകളുടെ പേര് എഴുതാനാണ് പറയണ. ഉത്തർപ്രദേശ്, പഞ്ചാബ്. പരുത്തി കൃഷി ചെയ്യുന്നത് മഹാരാഷ്ട്ര, ഗുജറാത്ത്. ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിലാണ്, സ്റ്റേറ്റുകളിലാണ്. ഇനി തന്നിരിക്കുന്ന ഭൂപടത്തിൽ ഏതെങ്കിലും 2 വിളകൾ കൃഷി ചെയ്യുന്ന സംസ്ഥാനത്തിന്റെ പേരും വിളയുടെ പേരും സൂചിപ്പിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് നോക്കാം. ഏതാ? നമുക്ക് ഗോതമ്പ് എടുക്കാം. ഗോതമ്പ് എവിടെ കൃഷി ചെയ്യുക? ഗോതമ്പ് കൃഷി ചെയ്യുന്നത് പഞ്ചാബിലാണ്. അപ്പൊ അത് അടയാളപ്പെടുത്തണം. പഞ്ചാബ് എവിടെയാണ്? പഞ്ചാബ് ഈ കാണുന്നതാണ് പഞ്ചാബ് അല്ലേ? ഇതാണ് പഞ്ചാബ്. ഇവിടെ അടയാളപ്പെടുത്താനാണ് പറയുന്നത്. അപ്പൊ ഇതേതാണ്? പഞ്ചാബിൽ എന്താണ് കൃഷി ചെയ്യുന്നത്? ഗോതമ്പാണ്. പിന്നെ നമുക്കറിയാം എന്താണ്, നമ്മളിപ്പോ മുമ്പ് എഴുതിയുള്ളൂ, ഇതെന്താണ്? തമിഴ്നാടാണ് അല്ലേ? കേരളത്തിന്റെ തൊട്ടടുത്ത് കിടക്കുന്നത് തമിഴ്നാടാണ്. തമിഴ്നാട്ടിൽ എന്താണ് കൃഷി ചെയ്യുന്നത്? നെല്ല്. അപ്പോൾ ഏതെങ്കിലും 2 വിളകൾ കൃഷി ചെയ്യുന്ന സംസ്ഥാനത്തിന്റെ പേരും ആ വിളയുടെ പേരും സൂചിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സോഷ്യൽ സയൻസുമായി ബന്ധപ്പെട്ട, സാമൂഹ്യശാസ്ത്രവുമായി ബന്ധപ്പെട്ട മോഡൽ ക്വസ്റ്റ്യൻസ് ഇത്രയൊക്കെയാണുള്ളത്. മക്കൾക്ക് ഇവിടെ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ആരെങ്കിലും ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. Then see you again. Thank you.